ഹലോ ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ്, സീടെറ്റ് മുതലായ ടീച്ചേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സെഗ്മെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. 5 ദിവസം കൊണ്ട് സൈക്കോളജിയിലെയും പെഡഗോഗിയിലെയും പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ദിവസവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോറിയസ് എജു ടിപ്സ് എന്ന ഈ എഡ്യൂക്കേഷണൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചതാര്? ഓപ്ഷൻസ്: എ. റൂസോ, ബി. ജോൺ ഡ്യൂയി, സി. പെസ്റ്റലോസി, ഡി. ജോൺ ലോക്ക്. ആൻസർ: ഓപ്ഷൻ സി, പെസ്റ്റലോസി. നാം കാണുന്നതിൻ്റെ എത്ര ശതമാനം ഓർത്തുവയ്ക്കാൻ കഴിയും? ഓപ്ഷൻസ്: എ. 40%, ബി. 30%, സി. 50%, ഡി. 80%. ആൻസർ: ഓപ്ഷൻ ബി, 30%. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന ബോധന രീതി ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻസ്: എ. ഓസ്ബോൺ, ബി. ജോൺ ഡ്യൂയി, സി. മരിയ മോണ്ടിസോറി, ഡി. ഫ്രോബൽ. ആൻസർ: ഓപ്ഷൻ എ, ഓസ്ബോൺ. അടുത്ത ക്വസ്റ്റ്യൻ: ലോകത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബുദ്ധിമാപിനി. ഓപ്ഷൻസ്: എ. സ്റ്റേൺ കൾമാൻ മാപിനി, ബി. ബിനെ സൈമൺ മാപിനി, സി. ടേർമാൻ മാപിനി, ഡി. സ്റ്റാൻഫോർഡ് ബിനെ മാപിനി. ആൻസർ: ഓപ്ഷൻ ബി, ബിനെ സൈമൺ മാപിനി. അടുത്ത ക്വസ്റ്റ്യൻ: പഞ്ചേന്ദ്രിയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയതാര്? ഓപ്ഷൻസ്: എ. മോണ്ടിസോറി, ബി. പെസ്റ്റലോസി, സി. ഫ്രോബൽ, ഡി. ജോൺ ഡ്യൂയി. ആൻസർ: ഓപ്ഷൻ എ, മോണ്ടിസോറി. അടുത്ത ക്വസ്റ്റ്യൻ: കുട്ടികളിൽ കാണുന്ന സാമൂഹ്യപരമായി ആശ്വാസകരമല്ലാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ്? ഓപ്ഷൻസ്: എ. ജിജ്ഞാസ, ബി. വിധേയത്വം, സി. പിൻവലിയൽ, ഡി. സ്വയംഗണന. ആൻസർ: ഓപ്ഷൻ സി, പിൻവലിയൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഘടനാ മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻസ്: എ. വില്യം വൂണ്ട്, ബി. വില്യം ജെയിംസ്, സി. ജോൺ ഡ്യൂയി, ഡി. വുഡ്വർത്ത്. ആൻസർ: ഓപ്ഷൻ എ, വില്യം വൂണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻസ്: എ. ജോൺ ഡ്യൂയി, ബി. വില്യം വൂണ്ട്, സി. ഫ്രോബൽ, ഡി. വില്യം ജെയിംസ്. ആൻസർ: ഓപ്ഷൻ ബി, വില്യം വൂണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: എ. ജോൺ ഡ്യൂയി, ബി. വുഡ്വർത്ത്, സി. വില്യം വൂണ്ട്, ഡി. വില്യം ജെയിംസ്. ആൻസർ: ഓപ്ഷൻ സി, വില്യം വൂണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻസ്: എ. പൗലോവ്, ബി. വാട്സൺ, സി. ജോൺ ഡ്യൂയി, ഡി. പിയാഷെ. ആൻസർ: ഓപ്ഷൻ ബി, വാട്സൺ. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻസ്: എ. ജോൺ ഡ്യൂയി, ബി. കോയ്ലർ, സി. മാക്സ് വെർത്തീമർ, ഡി. കർട്ടുകോഫ്ക. ആൻസർ: ഓപ്ഷൻ സി, മാക്സ് വെർത്തീമർ.
സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ അന്തർദൃഷ്ടി പഠനം നടത്തിയതാര്? ഓപ്ഷൻസ്: എ ജോൺ ഡ്യൂയി, ബി കോഹ്ലർ, സി കറ്റ്കോഫ്ക, ഡി മാക്സ് വെർത്തീമർ. ആൻസർ: ഓപ്ഷൻ ബി കോഹ്ലർ. അടുത്ത ക്വസ്റ്റ്യൻ: ക്ഷേത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ കോഹ്ലർ, ബി കർട്ട് ലെവിൻ, സി ജോൺ ഡ്യൂയി, ഡി പാവ്ലോവ്. ആൻസർ: ഓപ്ഷൻ ബി കർട്ട് ലെവിൻ. അടുത്ത ക്വസ്റ്റ്യൻ: പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻസ്: എ പിയാഷെ, ബി വില്യം സ്റ്റേൺ, സി പാവ്ലോവ്, ഡി ജോൺ ഡ്യൂയി. ആൻസർ: ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ: ഹോമിക് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻസ്: എ വില്യം മക്ഡൂഗൽ, ബി വില്യം സ്റ്റേൺ, സി കർട്ട് ലെവിൻ, ഡി കോഹ്ലർ. ആൻസർ: ഓപ്ഷൻ എ വില്യം മക്ഡൂഗൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഹോമിക് സൈക്കോളജി അനുസരിച്ച് ശരി ഏത്? ഓപ്ഷൻസ്: എ മനുഷ്യൻ്റെ സ്വദേശിക പ്രവർത്തനങ്ങളിൽ എല്ലാം രണ്ട് വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ബി മുൻകൂട്ടി കാണലും ആഗ്രഹവും ആണിവ. സി ലക്ഷ്യം മുൻകൂട്ടി കാണുന്നു, അതിലെത്താൻ ആഗ്രഹിക്കുന്നു. ഡി എല്ലാം ശരിയാണ്. ആൻസർ: ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: മക്ഡൂഗൽ ജന്മവാസനയെ എത്രയായി തരംതിരിച്ചു? ഓപ്ഷൻസ്: എ 14, ബി 12, സി 10, ഡി 5. ആൻസർ: ഓപ്ഷൻ എ 14. അടുത്ത ക്വസ്റ്റ്യൻ: മക്ഡൂഗലിൻ്റെ ജന്മവാസനകളിൽ ജിജ്ഞാസ എന്ന ജന്മവാസനയുടെ വികാരഭാവം? ഓപ്ഷൻസ്: എ സന്തോഷം, ബി അത്ഭുതം, സി ദേഷ്യം, ഡി ദുഃഖം. ആൻസർ: ഓപ്ഷൻ ബി അത്ഭുതം. 19ാമത്തെ ക്വസ്റ്റ്യൻ: മനഃശാസ്ത്രത്തെ തത്വചിന്തയിൽ നിന്നും വേർതിരിച്ച ശാസ്ത്രീയ മനോഭാവം നൽകിയതാര്? ഓപ്ഷൻസ്: എ വാട്സൺ, ബി തൊണ്ടൈക്ക്, സി പാവ്ലോവ്, ഡി സ്കിന്നർ. ആൻസർ: ഓപ്ഷൻ എ വാട്സൺ. അടുത്ത ക്വസ്റ്റ്യൻ: ശിശു മനഃശാസ്ത്രം പ്രതിപാദിക്കുന്നത് കുട്ടികളുടെ ജനനം മുതൽ എത്ര വയസ്സുവരെയാണ്? ഓപ്ഷൻസ്: എ 12 വയസ്സുവരെ, ബി 10 വയസ്സുവരെ, സി 15 വയസ്സുവരെ, ഡി 18 വയസ്സുവരെ. ആൻസർ: ഓപ്ഷൻ എ 12 വയസ്സുവരെ. 21ാമത്തെ ക്വസ്റ്റ്യൻ: ശിശു മനഃശാസ്ത്രത്തിലെ പാഠ്യവിഷയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: എ ശാരീരിക ശേഷി, ബി വികാരങ്ങൾ, സി ബുദ്ധിശക്തി, ഡി ഇവയെല്ലാം. ആൻസർ: ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ: വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതമാണെന്ന് വിശ്വസിച്ചതാര്? ഓപ്ഷൻസ്: എ ഓസുബെൽ, ബി സ്കിന്നർ, സി പാവ്ലോവ്, ഡി വാട്സൺ. ആൻസർ: ഓപ്ഷൻ എ ഓസുബെൽ. അടുത്ത ക്വസ്റ്റ്യൻ: ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ചോദകമാണ്? ഓപ്ഷൻസ്: എ ലിബിഡോ, ബി ആഗ്രഹം, സി ജിജ്ഞാസ, ഡി ഇവയെല്ലാം. ആൻസർ: ഓപ്ഷൻ എ ലിബിഡോ. അടുത്ത ക്വസ്റ്റ്യൻ: മാനസികാപഗ്രഥനം സൈക്കോ അനാലിസിസ് ആവിർഭവിച്ച രാജ്യം? ഓപ്ഷൻസ്: എ ഇന്ത്യ, ബി ഓസ്ട്രിയ, സി റഷ്യ, ഡി അമേരിക്ക. ആൻസർ: ഓപ്ഷൻ ബി ഓസ്ട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ: മാനുഷികവാദ മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻസ്: എ
അബ്രഹാം മാസ്ലോ, ബി കർട്ട് ലെവിൻ, സി കോഫ്ക, ഡി സ്കിന്നർ. ആൻസർ ഓപ്ഷൻ എ മാസ്ലോ. ഒരു മനഃശാസ്ത്ര ശോധകമാണ് ഓപ്ഷൻസ് എ സിദ്ധിശോധകം, ബുദ്ധിശോധകം, ബി അഭിക്ഷമതാ ശോധകം, സി അഭിരുചി ശോധകം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയാഗവേഷണത്തിലൂടെ കണ്ടെത്താവുന്ന വ്യവഹാരമാണ്. ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിലൂടെ കണ്ടെത്താവുന്ന വ്യവഹാരമാണ്. ഓപ്ഷൻസ് എ അക്ഷരത്തെറ്റ്, ബി മോശമായ കൈയക്ഷരം, സി അഭിരുചിയില്ലായ്മ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥപൂർണമായി പഠിപ്പിക്കുക എന്ന സന്ദേശം നൽകിയതാര്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ, ഹോമിക് മനഃശാസ്ത്രജ്ഞർ, പാരമ്പര്യ മനഃശാസ്ത്രജ്ഞർ, ഹോളിസ്റ്റിക് മനഃശാസ്ത്രജ്ഞർ. ആൻസർ ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് അർത്ഥപൂർണമായി പഠിപ്പിക്കുക എന്ന സന്ദേശം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെപ്ത് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരുടെ മനഃശാസ്ത്രത്തെയാണ്? ഓപ്ഷൻസ് എ ആഡ്ലർ, ബി ജോൺ ഡ്യൂയി, സി വാട്സൺ, ഡി പൗലോവ്. ആൻസർ ഓപ്ഷൻ എ ആഡ്ലർ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിത്വാധിഷ്ഠിതമായ മനഃശാസ്ത്രം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻസ് എ വില്യം സ്റ്റേൺ, ബി കാന്റ്, സി ഫ്രോയിഡ്, ഡി പിയാഷെ. ആൻസർ ഓപ്ഷൻ എ വില്യം സ്റ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ, ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരുടെ ശാസ്ത്രശാഖയാണ്? ഓപ്ഷൻസ് എ പിയാഷെ, ബി കർട്ട് ലെവിൻ, സി ഫ്രോയിഡ്, ഡി ബ്രൂണർ. ആൻസർ ഓപ്ഷൻ ബി കർട്ട് ലെവിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ശരിയേത്? ഓപ്ഷൻസ് എ പിണ്ഡത്തിലുള്ള വർധനയാണ് വളർച്ച, പിണ്ഡത്തിലുള്ള വർധനവാണ് വളർച്ച, ബി ഗുണത്തിലുള്ള വർധനവാണ് വികാസം, സി മസ്തിഷ്കം വളരുന്നു ബുദ്ധി വികസിക്കുന്നു, ഡി ഇവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേ നടക്കുന്ന വികസനമാണ്. ഓപ്ഷൻസ് എ പരിപക്വനം, ബി അഭിരുചി, സി സംസ്കാരം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ എ പരിപക്വനം. അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക വികസനത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻസ് എ കാതറിൻ ബ്രിഡ്ജസ്, ബി പൗലോവ്, സി ജോൺ ഡ്യൂയി, ഡി ഗാഗ്നെ. ആൻസർ ഓപ്ഷൻ എ കാതറൈൻ ബ്രിഡ്ജസ്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിൽ അനുബന്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻസ് എ സ്കിന്നർ, ബി പൗലോവ്, സി ഗാഗ്നെ, ഡി കർട്ട് ലെവിൻ. ആൻസർ ഓപ്ഷൻ ബി പൗലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് ഏറ്റവും അടിസ്ഥാനമായുള്ള മാനസിക ആവശ്യം? ഓപ്ഷൻസ് എ വാത്സല്യം, ബി അംഗീകാരം, സി സുരക്ഷാബോധം, ഡി സ്വാതന്ത്ര്യം. ആൻസർ ഓപ്ഷൻ എ വാത്സല്യം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദഗ്ധ്യത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻസ് എ വേഗം കൃത്യത, ബി ആത്മവിശ്വാസം അനായാസം, സി സംതൃപ്തി, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്? ഓപ്ഷൻസ് എ പഠിതാവ്, ബി പഠിക്കുന്ന വസ്തു, സി പഠന സാഹചര്യം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തെ പരിപോഷിപ്പിക്കുന്ന മുഖ്യ വഴികളാണ്? ഓപ്ഷൻസ് എ സാന്താരാള പഠനം, അംശപഠനം, ബി അതിപഠനം, ആത്മപഠനം, സി പുനരവലോകനം.
ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, വിബ്ജ്യോർ എന്നത് ഒരു ഡേഷ് ആണ്. ഓപ്ഷൻസ്: എ ആക്രോണിം, ബി അക്രോസ്റ്റിക്സ്, സി ന്യൂമോണിക്, ഡി ലോസൈ. ആൻസർ ഓപ്ഷൻ എ ആക്രോണിം. അടുത്ത ക്വസ്റ്റ്യൻ, മറവിയെ പ്രതിരോധിക്കാനുള്ള ഒരു ഉപകരണമാണ്. ഓപ്ഷൻസ്: എ അതിപഠനം, ബി സാന്താരാള പഠനം, സി അംശപഠനം, ഡി ആത്മപഠനം. ആൻസർ ഓപ്ഷൻ എ അതിപഠനം. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ പരിപക്വനം, ബി പ്രായം, സി മുന്നറിവ്, ഡി സാമ്പത്തികം. ആൻസർ ഓപ്ഷൻ ഡി സാമ്പത്തികം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സന്ദർഭത്തോട് ഇണങ്ങിച്ചേരുന്നതിൽ വ്യക്തി പരാജയപ്പെടുന്നതിൻ്റെ സൂചനയാണ്. ഓപ്ഷൻസ്: എ സമായോജനം, ബി അപസമായോജനം, സി മാനസിക സംഘർഷം, ഡി അനുപൂരണം. ആൻസർ ഓപ്ഷൻ ബി അപസമായോജനം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി വികസന ഘട്ടത്തിൽ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രമാണ്. ഓപ്ഷൻസ്: എ ഉദാത്തീകരണം, ബി അനുപൂരണം, സി പാശ്ചാത്ഗമനം, ഡി ആക്രമണം. ആൻസർ ഓപ്ഷൻ സി പാശ്ചാത്ഗമനം. 45-ാമത്തെ ക്വസ്റ്റ്യൻ, അപസമായോജനത്തിനുള്ള കാരണങ്ങൾ. ഓപ്ഷൻസ്: എ ശാരീരികം, ബി കുടുംബപരം, സി വിദ്യാലയ അന്തരീക്ഷം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗിൽഫോർഡിൻ്റെ ബുദ്ധിഘടനാ മാതൃകാ സിദ്ധാന്തമനുസരിച്ച് ഒരു ഭൗതിക പ്രവർത്തനം നിർവചിക്കാവുന്ന അടിസ്ഥാന ഘടകമേത്? ഓപ്ഷൻസ്: എ പ്രവർത്തനങ്ങൾ, ബി ഉള്ളടക്കങ്ങൾ, സി ഉൽപ്പന്നങ്ങൾ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻസ്: എ ഗാർഡ്നർ, ബി ഗിൽഫോർഡ്, സി ഗാഗ്നെ, ഡി ജോൺ ഡ്യൂയി. ആൻസർ ഓപ്ഷൻ എ ഗാർഡ്നർ. അടുത്ത ക്വസ്റ്റ്യൻ, CAVD എന്ന ബുദ്ധിശക്തി ശോധകം വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻസ്: എ തോണ്ടൈക്ക്, ബി പിയാഷെ, സി ബ്രൂണർ, ഡി ഗാഗ്നെ. ആൻസർ ഓപ്ഷൻ എ തോണ്ടൈക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കുവാനുള്ള ശ്രമത്തിൽ ആദ്യമായി വിജയിച്ചത്? ഓപ്ഷൻസ്: എ ആൽഫ്രഡ് ബിനെ, ബി ബ്രൂണർ, സി പിയാഷെ, ഡി സ്കിന്നർ. ആൻസർ ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിമാനം 30-ൽ കുറവുള്ളവരാണ്. ഓപ്ഷൻസ്: എ ക്ഷീണബുദ്ധി, ബി ജഡബുദ്ധി, സി മന്ദബുദ്ധി, ഡി മൂഢബുദ്ധി. ആൻസർ ഓപ്ഷൻ ബി ജഡബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിയുടെ ABC സിദ്ധാന്തം ആരുടേതാണ്? ഓപ്ഷൻസ്: എ ആൽഫ്രഡ് ബിനെ, ബി ഹെബ്, സി വെഷ്ലർ, ഡി കോഫ്ക. ആൻസർ ഓപ്ഷൻ ബി ഹെബ്. അടുത്ത ക്വസ്റ്റ്യൻ, IQ is equal to MA/CA × 100 എന്ന സൂത്രവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻസ്: എ ആൽഫ്രഡ് ബിനെ, ബി കോഫ്ക, സി ബ്രൂണർ, ഡി വില്യം സ്റ്റേൺ. ആൻസർ ഓപ്ഷൻ ഡി വില്യം സ്റ്റേൺ.
അടുത്ത ക്വസ്റ്റ്യൻ, ബിനെ സൈമൺ മാബിനിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻസ് എ 50, ബി 30, സി 15, ഡി 25. ആൻസർ ഓപ്ഷൻ ബി 30. അടുത്ത ക്വസ്റ്റ്യൻ, 1955 പൊതുബുദ്ധിശോധകം മലയാളത്തിൽ പുറത്തിറക്കിയതാര്? ഓപ്ഷൻസ് എ പി ജി പിള്ള, ബി രാമൻ പിള്ള, സി എച്ച് റൈസ്, ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ എ പി ജി പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ചില പ്രവർത്തനങ്ങൾ തേടിപ്പിടിച്ച് അവയിൽ ഏർപ്പെടുന്നതിനുള്ള പ്രവണതയാണ്. ഓപ്ഷൻസ് എ താൽപ്പര്യം, ബി അഭിപ്രേരണ, സി അഭിക്ഷമത, ഡി അതിഭാവം. ആൻസർ ഓപ്ഷൻ എ താൽപ്പര്യം. നിശ്ചിത കാര്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഓപ്ഷൻസ് എ അഹംബന്ധത, ബി അഹം പ്രവർത്തകാതിപ്രേരണ, സി സാമൂഹിക അഭിപ്രേരണ, ഡി ആഗന്തുകാതിപ്രേരണം. ആൻസർ ഓപ്ഷൻ എ അഹംബന്ധത. അടുത്ത ക്വസ്റ്റ്യൻ, അഹംബന്ധമായ പഠനത്തിൽ ഏറ്റവും മുഖ്യ ഘടകമായതേത്? ഓപ്ഷൻസ് എ താൽപ്പര്യം, ബി ചിന്ത, സി ശ്രദ്ധ, ഡി അഭിപ്രേരണ. ആൻസർ ഓപ്ഷൻ സി ശ്രദ്ധ. അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. ഓപ്ഷൻസ് എ സമ്മാനം, ബി അംഗീകാരം, സി പ്രശംസ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, സൃഷ്ടിപരതയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഘടകം ഏത്? ഓപ്ഷൻസ് എ പുതുമ, ബി പഴമ, സി താൽപ്പര്യം, ഡി അലസത. ആൻസർ ഓപ്ഷൻ എ പുതുമ. അടുത്ത ക്വസ്റ്റ്യൻ, സൃഷ്ടിപരത വളർത്താനുള്ള മാർഗം. ഓപ്ഷൻസ് എ വിവ്രജന ചിന്ത, ബി നിമിഷപ്രവർത്തനങ്ങൾ, സി പ്രൊജക്റ്റുകൾ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, സൃഷ്ടിപരത വളർത്താനുള്ള പ്രായോഗിക വൈഷമ്യമാണ്. ഓപ്ഷൻസ് എ അധ്യാപകൻ്റെ പരിശീലനക്കുറവും അപര്യാപ്തമായ വിദ്യാലയ അന്തരീക്ഷവും, ബി പരമ്പരാഗത രീതികൾ, സി പരീക്ഷാ സ്വാധീനം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധസിദ്ധാന്തവുമായി ബന്ധമുള്ളതാണ്. ഓപ്ഷൻസ് എ സന്നദ്ധതാ നിയമം, ബി പരിണാമ നിയമം, സി അഭ്യാസ നിയമം, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്കിന്നർ ചോദക പ്രതികരണ ബന്ധം ആവിഷ്കരിക്കാൻ ഉപയോഗിച്ച ജീവി. ഓപ്ഷൻസ് എ നായ, ബി പ്രാവ്, സി മനുഷ്യൻ, ഡി പൂച്ച. ആൻസർ ഓപ്ഷൻ ബി പ്രാവ്. അടുത്ത ക്വസ്റ്റ്യൻ, എലിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് എ ബ്രൂണർ, ബി സ്കിന്നർ, സി ഹൾ, ഡി പൗലോവ്. ആൻസർ ഓപ്ഷൻ സി ഹൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാക്രിയാത്മക ഘട്ടം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് എ 2 വയസ്സുവരെ, ഓപ്ഷൻ ബി 2 മുതൽ 7 വയസ്സുവരെ, ഓപ്ഷൻ സി 7 മുതൽ 11 വയസ്സുവരെ, ഓപ്ഷൻ ഡി 11 വയസ്സിനു ശേഷം.
ആൻസർ ഓപ്ഷൻ ബി 2 മുതൽ 7 വയസ്സ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ ബുദ്ധിവികാസത്തിന് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം? ഓപ്ഷൻസ് എ ഭാഷ, ബി സർഗപരത, സി അഭിപ്രേരണ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ എ ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ, തൊണ്ടൈക്കിൻ്റെ പഠന നിയമങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻസ് എ പഠനത്രയം, ബി ക്ലാസിക്കൽ, സി ഷോപ്പിംഗ്, ഡി പുനഃപ്രാപ്തി. ആൻസർ ഓപ്ഷൻ എ പഠനത്രയം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻസ് എ സ്കിന്നർ, ബി കാൾ യുങ്, സി ഗിൽഫോർഡ്, ഡി ബ്രൂണർ. ആൻസർ ഓപ്ഷൻ ബി കാൾ യുങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാഗ്നെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ത്? ഓപ്ഷൻസ് എ ചുറ്റുപാടുകളെ മനസ്സിലാക്കൽ, ബി പ്രശ്നനിർദ്ധാരണ ശേഷി, സി പുതിയ ബന്ധം സ്ഥാപിക്കുക, ഡി പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പ്രശ്നനിർദ്ധാരണ ശേഷി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനുള്ള അവസരം നൽകിക്കൊണ്ട് വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത്? ഓപ്ഷൻസ് എ പ്രകീർണന രീതി, ബി പ്രകാശിക രീതി, സി പ്രക്ഷേപണ രീതി, ഡി വിക്ഷേപണ രീതി. ആൻസർ ഓപ്ഷൻ സി പ്രക്ഷേപണ രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് വ്യക്തിത്വം അളക്കുന്ന രീതിയാണ്? ഓപ്ഷൻസ് എ പദസംയോജന രീതി, ബി പദസാഹചര്യ പരീക്ഷ, സി പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ, ഡി ആത്മപരിശോധനാ പരീക്ഷ. ആൻസർ ഓപ്ഷൻ സി പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിസ്സാര കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്നതായി കാണപ്പെടുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിഹാര മാർഗം ഏത്? ഓപ്ഷൻസ് എ ഉപബോധനം, ബി സംഘബോധനം, സി ശിക്ഷിക്കൽ, ഡി ഒഴിവാക്കൽ. ആൻസർ ഓപ്ഷൻ എ ഉപബോധനം. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുക്കളോട് വാത്സല്യം തോന്നിക്കുന്നതിന് പ്രേരണ നൽകുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻസ് എ തൈറോക്സിൻ, ബി അഡ്രിനാലിൻ, സി ഈസ്ട്രജൻ, ഡി പ്രൊലാക്റ്റിൻ. ആൻസർ ഓപ്ഷൻ ഡി പ്രൊലാക്റ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉറങ്ങുമ്പോൾ വളരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വികാസഘട്ടം ഏത്? ഉറങ്ങുമ്പോൾ വളരുന്നു എന്ന് വിശേഷിക്കപ്പെടുന്ന വികാസഘട്ടം ഏത്? ഓപ്ഷൻസ് എ ശൈശവം, ബി ബാല്യം, സി കൗമാരം, ഡി യൗവനം. ആൻസർ ഓപ്ഷൻ എ ശൈശവം. അടുത്ത ക്വസ്റ്റ്യൻ, പഠനം അസംതൃപ്തമാകുമ്പോൾ പഠിച്ചത് എളുപ്പം മറന്നുപോകും എന്ന് പ്രസ്താവിച്ചതാര്? ഓപ്ഷൻസ് എ തൊണ്ടൈക്ക്, ബി കർട്ട് ലെവിൻ, സി ബ്രൂണർ, ഡി പിയാഷെ. ആൻസർ ഓപ്ഷൻ എ തൊണ്ടൈക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനവക്രത്തിലെ നിരന്ന ഭാഗത്തെ ഡേഷ് എന്ന് പറയുന്നു? പഠനവക്രത്തിലെ നിരന്ന ഭാഗത്തെ ഡേഷ് എന്ന് പറയുന്നു? ഓപ്ഷൻസ് എ ഉന്മധ്യവക്രം, ബി പഠനസ്ഥായി, സി പഠനപീഠസ്ഥലി, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി പഠനപീഠസ്ഥലി.
അടുത്ത ക്വസ്റ്റ്യൻ, എബ്ബിൻഹൗസിൻ്റെ പഠനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എബ്ബിൻഹൗസിൻ്റെ പഠനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ പഠനം, ബി സ്മൃതി, സി ശിക്ഷണം, ഡി മറവി. ആൻസർ ഓപ്ഷൻ ഡി മറവി. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സു തികയുമ്പോൾ ബുദ്ധിവികാസം നിലയ്ക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ടെസ്റ്റ് ഏത്? ഓപ്ഷൻസ്: എ TAT, ബി പദരൂപീകരണ പരീക്ഷ, സി CAT, ഡി ടെർമൽ മെറിൽ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ടെർമൽ മെറിൽ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മനസ്സാക്ഷിയും വിവേകവും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നൈതിക ശക്തി ഏത്? ഓപ്ഷൻസ്: എ ഇത്, ബി ലിബിഡോ, സി ഈഗോ, ഡി സൂപ്പർ ഈഗോ. ആൻസർ ഓപ്ഷൻ ഡി സൂപ്പർ ഈഗോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഗാന്ധിജി, ബി ടാഗോർ, സി അരവിന്ദ ഘോഷ്, ഡി റൂസോ. ആൻസർ ഓപ്ഷൻ സി അരവിന്ദ ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ DPEP നിലവിൽ വന്ന വർഷം? ഓപ്ഷൻസ്: എ 1991, ബി 1995, സി 1985, ഡി 1999. ആൻസർ ഓപ്ഷൻ ബി 1995. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ നേട്ടം വിലയിരുത്തുന്നതിനുള്ള ഒരു പരീക്ഷയിൽ എത്ര ശതമാനം ചോദ്യങ്ങൾ ശരാശരി കാഠിന്യമുള്ളതായിരിക്കണം? ഓപ്ഷൻസ്: എ 59%, ബി 70%, സി 80%, ഡി 90%. ആൻസർ ഓപ്ഷൻ ബി 70%. അടുത്ത ക്വസ്റ്റ്യൻ, പരസ്പരം ബന്ധപ്പെട്ടതും സ്വയം നിലനിൽക്കുന്നതുമായ ഒരു പാഠഭാഗമാണ്? ഓപ്ഷൻസ്: എ യൂണിറ്റ്, ബി അഭ്യാസം, സി സിലബസ്, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ എ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മനോഭാവമാപിനി നിർമ്മിച്ചത് ആര്? ഓപ്ഷൻസ്: എ തേഴ്സ്റ്റൺ, ബി ഗാഗ്നെ, സി റൂസോ, ഡി അരവിന്ദ ഘോഷ്. ആൻസർ ഓപ്ഷൻ എ തേഴ്സ്റ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തു പരീക്ഷയിലൂടെ അളക്കാൻ കഴിയാത്ത ബോധനോദ്ദേശ്യം ഏത്? ഓപ്ഷൻസ്: എ താൽപ്പര്യം, ബി ഗ്രഹണം, സി അറിവ്, ഡി ഉദ്ഗ്രഥനം. ആൻസർ ഓപ്ഷൻ ബി ഗ്രഹണം. അടുത്ത ക്വസ്റ്റ്യൻ, DPEP കേരളത്തിൽ നടപ്പാക്കിയ ഏജൻസി ഏത്? ഓപ്ഷൻസ്: എ പെഡെസ്ക്, ബി SCERT, സി NIE, ഡി NTEC. ആൻസർ ഓപ്ഷൻ എ പെഡെസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിജയകരമായ അധ്യാപനത്തിൻ്റെ താക്കോൽ എന്താണ്? ഓപ്ഷൻസ്: എ ഇയർ പ്ലാസ, ബി അറിവ്, സി പാഠപുസ്തകം, ഡി പാഠാസൂത്രണം. ആൻസർ ഓപ്ഷൻ ഡി പാഠാസൂത്രണം. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകൻ്റെ സംശയ നിവൃത്തി വരുത്തുന്നതിന് സഹായകരമായ പുസ്തകം ഏത്? ഓപ്ഷൻസ്: എ വർക്ക് ബുക്ക്, ബി ഹാൻഡ് ബുക്ക്, സി പാഠപുസ്തകം, ഡി ശാസ്ത്രമാസികകൾ.
ആൻസർ ഓപ്ഷൻ ബി ഹാൻഡ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒഴിഞ്ഞ സ്ലേറ്റാണ് മനസ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഓപ്ഷൻസ്: എ കൊമിനിയസ്, ബി ഫ്രോബൽ, സി ജോൺ ഡ്യൂയി, ഡി ജോൺ ലോക്ക്. ആൻസർ ഓപ്ഷൻ ബി ഫ്രോബൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തനാധിഷ്ഠിത ബോധനോപാധിയാണ്. ഓപ്ഷൻസ്: എ ടെലിവിഷൻ, ബി ഭൂപടം, സി ചിത്രങ്ങൾ, ഡി പഠനയാത്രകൾ. ആൻസർ ഓപ്ഷൻ ഡി പഠനയാത്രകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും പുരാതന ഭാരതീയ വിജ്ഞാന ശാഖകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓപ്ഷൻസ്: എ എപ്പിഗ്രാഫി, ബി പ്ലോട്ടോക്രോണോളജി, സി സ്പീലിയോളജി, ഡി ഇൻഡോളജി. ആൻസർ ഓപ്ഷൻ ഡി ഇൻഡോളജി. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സാങ്കേതിക വകുപ്പ്, ബി സാംസ്കാരിക വകുപ്പ്, സി മാനവ വിഭവശേഷി വികസനം, ഡി സാഹിത്യ മന്ത്രാലയം. ആൻസർ ഓപ്ഷൻ സി മാനവ വിഭവശേഷി വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് KER നിയമസഭ പാസാക്കിയത്? ഓപ്ഷൻസ്: എ 1947, ബി 1967, സി 1957, ഡി 1977. ആൻസർ ഓപ്ഷൻ സി 1957. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻസ്: എ പനമ്പള്ളി ഗോവിന്ദമേനോൻ, ബി മന്നത്ത് പത്മനാഭൻ, സി ജോസഫ് മുണ്ടശ്ശേരി, ഡി VR കൃഷ്ണയ്യർ. ആൻസർ ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, വിശ്രമ സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ സഹായിക്കുന്നത്. ഓപ്ഷൻസ്: എ സ്കൂൾ ലൈബ്രറി, ബി സ്കൂൾ കളിസ്ഥലം, സി ക്ലാസ് മുറി, ഡി ലബോറട്ടറികൾ. ആൻസർ ഓപ്ഷൻ എ സ്കൂൾ ലൈബ്രറി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡാക്റ്റിക് ഉപകരണം കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഫ്രോബൽ, ബി മോണ്ടിസോറി, സി കൊമിനിയസ്, ഡി ജോൺ ഡ്യൂയി. ആൻസർ ഓപ്ഷൻ ബി മോണ്ടിസോറി. അടുത്ത ക്വസ്റ്റ്യൻ, വിജ്ഞാനാർജനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഓപ്ഷൻസ്: എ എപ്പിസ്റ്റമോളജി, ബി ഡിസ്ലെക്സിയ, സി പെഡഗോഗി, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ എപ്പിസ്റ്റമോളജി. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം, കൃഷി എന്നിവയെപ്പറ്റി പരാമർശിക്കുന്ന ഋഗ്വേദ സൂക്തം ഏത്? ഓപ്ഷൻസ്: എ മണ്ഡൂക സൂക്തം, ബി മൂഷിക സൂക്തം, സി നരിസൂക്തം, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ മണ്ഡൂക സൂക്തം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: എ കൊമിനിയസ്, ബി ജോൺ ഡ്യൂയി, സി റൂസോ, ഡി ഗാന്ധിജി. ആൻസർ ഓപ്ഷൻ എ കൊമിനിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ്യപദ്ധതി നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന തത്വം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ
സാമ്പത്തിക തത്വം, ബി സാമൂഹിക തത്വം, സി ശാസ്ത്രതത്വം, ഡി സാംസ്കാരിക തത്വം. ആൻസർ ഓപ്ഷൻ എ സാമ്പത്തിക തത്വം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.